നാടു വാഴുക, നഗരം വാഴുക, വീടു വാഴുക, വിരുദം വാഴുക. ഇല്ലം നിറയുക, വല്ലം നിറയുക, ഇല്ലായ്മയ്ക്കൊരറുതി വരുത്തുക. നിലമ്പൂര് പാട്ട് കഴിഞ്ഞ മകരച്ചൊവ്വ. ഉണ്ണിയേട്ടന്റെ തിരുപ്പറക്കല് തുടങ്ങി. മാളുവോ? വിളിക്കുന്നത് മാളുവിനെ ആണെങ്കിലും ആളെത്തിയെന്ന് എനിക്കുള്ള സിഗ്നലാ. വല്യേട്ടൻ ഇല്ലെന്ന് ഉറപ്പിച്ചാലേ വിളിക്കൂ. ഞാനപ്പോൾ അമ്മയുടെ കണ്ണു വെട്ടിച്ച് കുളിപ്പുരയിലെത്തണം. ബന്ധത്തിലുള്ളവരാണെങ്കിലും ഞാൻ മനസ്സാ വരിച്ച ആളാച്ചാലും ഒന്ന് കാണണമെങ്കിൽ പല വിക്രസം കാണിക്കേണ്ടി വരും. ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഈ സർപ്പക്കാവും കുങ്കുമപ്പൂവും ചിത്രകൂടവും ഒക്കെ പേടിയാണ്. എനിക്കാണെങ്കിൽ ഇതൊക്കെയാ കൂട്ട്. അക്കരെ കേട്ടില്ലേ, റേഡിയോയിൽ ഇന്നലെ കൂടി കേട്ടു. പ്രിയമാനസ നീ വാ, പ്രേമ മോഹന ദേവാ, വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ ഞാൻ. പ്രിയമാനസ നീ വാ, പ്രേമ മോഹന ദേവാ, വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ ഞാൻ. മായ ഏകാന്തമായ നിശയിൽ എവിടെ നിന്നോ വന്ന് എന്നെ വിഭ്രമിപ്പിച്ച് ആനന്ദിപ്പിച്ച് ഒടുവിൽ അത്ഭുതപ്പെടുത്തി അപ്രത്യക്ഷമായവൾ. ഞാൻ നോക്കി നിൽക്കെ അവൾ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നു. പ്രപഞ്ചത്തിൽ അവൾ അലിഞ്ഞു ചേർന്നെന്ന് വേണ്ട, അവൾ സ്വയം രൂപം അദൃശ്യമാക്കിയെന്ന് മതി. പശ്ചാത്തലത്തിൽ അപ്പോഴും പ്രിയമാനസ നീ വാ വാ എന്ന ഗാനം അലയടിച്ചു കൊണ്ടിരിക്കുന്നു. കൊള്ളാം. RK മനയിൽ എന്ന ഋഷികേഷ് മനയിൽ നിങ്ങൾ മാന്ത്രിക നോവൽ രംഗത്ത് ചൂടുറപ്പിച്ചിരിക്കുന്നു. അരുത്, പ്രേതസാഹിത്യം ഒരു യക്ഷകലയാണ്. നിന്റെ അവസാനത്തെ തുള്ളി ചോരയും മൂട്ടിക്കുടിച്ച് അത് നിന്നെ കൈവിടും. നിരുത്സാഹപ്പെടുത്താൻ നോക്കണ്ട. എൻ്റെ കൃതികളുടെ പുരോഗതി ഞാൻ തീരുമാനിക്കും പോലെയാണ്. തെറ്റ്, കഥ എഴുതും വരെ മാത്രമേ നിനക്ക് ഉടമസ്ഥാവകാശമുള്ളൂ. കഥ എഴുതിക്കഴിഞ്ഞാൽ കഥാപാത്രങ്ങൾ നിന്നെ നിയന്ത്രിക്കും, മന്ത്രദീക്ഷകൾ തിരിച്ചടിക്കും പോലെ. ഞാനൊരു സന്ദർഭത്തിൽ അവയെ നശിപ്പിച്ചാലോ? അതിന് നീയല്ലല്ലോ കഥയെ നയിക്കുന്നത്. അവർക്ക് സംവദിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് നീ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വ്യാസൻ എഴുതിയതല്ല മഹാഭാരതം. ഭാരതം ഭൂമിയിലെത്തിക്കാനുള്ള മാർഗം മാത്രമായിരുന്നു വ്യാസൻ. സംശയമുണ്ടോ?
ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പൈങ്കിളി മാസികകളിൽ പ്രണയ നോവൽ എഴുതി കാശുണ്ടാക്കുന്ന നിന്നോട് ഹൊറർ സബ്ജക്റ്റ് പിടിക്കാൻ ആരാണ് പറഞ്ഞത്? എൻ്റെ പബ്ലിഷർ. എന്നിട്ട് അയാളിപ്പോൾ എവിടെയാണ്? അബ്സ്കോണ്ടിങ് ആണ്. ഫോൺ വിളിച്ച് കിട്ടുന്നില്ല. ഹീ വിൽ ബി അബ്സ്കോണ്ടിങ് ഫോർ എവർ. അയാൾ ഈ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ അയാൾ ഒരു ടൂൾ മാത്രമാണ്. വെളിച്ചം പോയല്ലോ. വെളിച്ചം വരും. നീ അവസാനം എഴുതിയ വരി എന്താണ്? ഞാൻ പറയാം. പശ്ചാത്തലത്തിലെപ്പോഴും പ്രിയമാനസ നീ വാ വാ എന്ന ഗാനം അലയടിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? ഇനി നീ താഴേക്ക് ശ്രദ്ധിക്കൂ. പ്രേമ മോഹന ദേവാ. ഞാൻ വൈകിയോ? നിങ്ങൾ എന്ത് രസമായിരുന്നല്ലേ ആ കാലം. ഇപ്പോഴും ചിലങ്ക കാണുമ്പോൾ മനസ്സായി. മായ, താലപ്പൊലി കഴിഞ്ഞു. മകരത്തിലല്ലേ അത്? അതോ കുംഭത്തിലോ? സർപ്പക്കാവിലെ അരളിയും പാലയും പൂക്കാറുണ്ടോ? ഇപ്പോഴും തിരുവാതിരയ്ക്ക് മംഗലാതിര കളിക്കാറുണ്ടോ? നിനക്കെങ്ങനെ ജീവൻ വെച്ചു? ജീവൻ വെച്ചത് നിങ്ങൾക്കല്ലേ? ഞങ്ങൾ ചിരഞ്ജീവികളാണ്. മംഗലയാതിരതൽ പുരാണം എങ്കിലോ കേട്ടാലും തോഴിമാരെ. കഥയിൽ നീ ദുർമരണപ്പെടുകയാണല്ലോ. അത് നിങ്ങൾ ഇനിയും എഴുതാത്ത അധ്യായം. ഞാൻ ആത്മഹത്യ ചെയ്യുന്നതായല്ലേ മനസ്സിലുള്ളത്. എങ്കിലേ കഥ മുന്നോട്ട് പോകും. എനിക്ക് വീണ്ടും ചിലങ്കയറിയണം. ഒരിക്കൽ താലപ്പൊലി എടുക്കണം. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഉടവാൾ തിരിച്ചേൽപ്പിച്ചാൽ അതുകൊണ്ട് ആ ദുഷ്ടന്റെ കഥ കഴിക്കണം. പക്ഷേ കഥയിൽ എങ്ങനെയൊന്നുമല്ല.